ഹലോ എവ്രിവാൻ, ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ കേരളത്തിൻ്റെ മലകളും താഴ്വാരങ്ങളും നിറഞ്ഞ വയനാട് ഇന്നും അനവധി കഥകളും മറഞ്ഞുപോയ രഹസ്യങ്ങളും സൂക്ഷിച്ചിടുന്നൊരു ഭൂമി. അവിടെ അമ്പരപ്പിക്കുന്ന ചിത്രങ്ങളും ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള മനുഷ്യരുടെ ജീവിത സാക്ഷ്യങ്ങളും സൂക്ഷിച്ചിടുന്ന ഒരു അത്ഭുത ലോകത്തിലേക്ക് ഇന്ന് നമ്മൾ സഞ്ചരിക്കുന്നു. അതാണ് എടക്കൽ ഗുഹകൾ. 1890കളിൽ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായ ഫ്രെഡ് ഫോസെറ്റ് ആണ് എടക്കൽ ഗുഹയെ ലോകത്തിനു പരിചയപ്പെടുത്തിയത്. വേട്ടയ്ക്ക് പോയപ്പോഴാണ് അദ്ദേഹം നാട്ടുകാരുടെ സഹായത്തോടെ ഗുഹയിലെത്തിയത്. കല്ലിൽ കൊത്തിയ രഹസ്യ ചിത്രങ്ങൾ കണ്ടപ്പോൾ അത് സാധാരണ ഗുഹയല്ലെന്ന് തിരിച്ചറിഞ്ഞു. എടക്കൽ എന്ന പേരിന്റെ അർത്ഥം തന്നെ കല്ലുകൾക്കിടയിൽ എന്നതാണ്. മലയിൽ രണ്ടു കല്ലുകൾ തമ്മിൽ ഇടവിട്ടു നിൽക്കുമ്പോൾ പ്രകൃതി തന്നെയാണ് ഈ ഒരു ഗുഹ ഉണ്ടാക്കിയിട്ടുള്ളത്. അത് തന്നെയാണ് ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള മനുഷ്യരുടെ കഥകൾ സൂക്ഷിക്കുന്ന സഹജമായ മ്യൂസിയവും. വയനാടിന്റെ മലകളുടെ നടുവിൽ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് മനുഷ്യർ സ്വന്തം ജീവിതത്തിന്റെ കഥ കല്ലിൽ കൊത്തിവെച്ചിടത്താണ് എടക്കൽ ഗുഹകൾ തുടങ്ങുന്നത്. പക്ഷേ ആ ചിത്രങ്ങൾ വെറും വരകളല്ല, ഒരു രഹസ്യ ഭാഷ പോലെയാണ്. ആർക്കാണ് ഇവ കൊത്തിവെച്ചിട്ടുള്ളത്? വേട്ടക്കാരായിരുന്ന ആദിമ മനുഷ്യരാണോ? പൂജകളിൽ മുഴുകിയ പുരോഹിതരോ? അല്ലെങ്കിൽ ഭൂമിയിൽ എത്തിയിരുന്ന വിദേശഗ്രഹവാസികളോ? ഇന്നും ലോകത്തെ ഗവേഷകർ ഒരുപോലെ തലകറങ്ങുന്ന വലിയൊരു ചോദ്യമാണിത്. ഈ കഥയുടെ മുഴുവൻ രഹസ്യങ്ങളും ചരിത്രങ്ങളും നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ താഴെയുള്ള വീഡിയോ മുഴുവനായി കാണാൻ മറക്കരുത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.